പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ തിമോത്തിയൂസിൻ്റെയും വിശുദ്ധ തീത്തൂസിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. അവർ മെത്രാന്മാരായിരുന്നു. നമുക്കറിയാം, അവരുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ഭാരതം റിപ്പബ്ലിക് ഡേ കൊണ്ടാടുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. 1947 സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് പിന്നീട് 1950 റിപ്പബ്ലിക് നമുക്ക് നിയമമുണ്ടായി, ഭരണഘടന രൂപപ്പെട്ടു. അത് 76 വർഷം പൂർത്തിയായി. 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. നമുക്ക് എപ്പോഴോ നമ്മൾ സ്വതന്ത്രരായിരുന്നത്, പിന്നെ എപ്പോഴോ നമ്മൾ അടിമകളായി. എന്നിട്ട് ഈ റിപ്പബ്ലിക് ഡേ കൊണ്ടാടുമ്പോൾ നമുക്കൊരു നിയമമുണ്ട് എന്ന് പറയുന്ന വിധത്തിൽ നമ്മൾ ആയി. എങ്കിലും നമ്മളിപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ സ്വതന്ത്രരല്ല. ഒന്ന്, നമ്മൾ തന്നെ സ്വതന്ത്രരല്ല. നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏതോ ബന്ധനത്തിലൊക്കെ കഴിയുന്ന പോലെയാണ് പലരും. ഈശോ തൻ്റെ രക്തം വഴി സ്വതന്ത്രമാക്കിയെങ്കിലും നമ്മൾ ഈശോയുടെ കരവലയത്തിനുള്ളിലല്ല പലപ്പോഴും. ഈ പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോഴെങ്കിലും ഈശോയുടെ കരവലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈശോ ആത്യന്തികമായിട്ട് സാത്താനെ സകല തിന്മകളെയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തതിൻ്റെ അനുസ്മരണം നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്ക് ഈ 1 മണിക്കൂർ സമയം നമുക്ക് ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാം, അനുഭവിക്കാം. സ്ഥിരമായി ഈ കരവലയത്തിനുള്ളിൽ നിന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞയും എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാൽ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവശക്തനാം ദൈവമേ, നാദനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം യേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പാവനി നന്ദാവേ, കാരുണ്യത്തോടെ ഞങ്ങളിൽ. ലോകത്തിൻ പാവനി നന്ദാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ കാരുണ്യത്തോടെ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുടെ നിത്യമഹിമാവേജസ്സിൽ, പാവനാത്മാവുടെ നൈകത്തിൽ വാഴുന്ന ക്രിസ്തുവേ, അങ്ങ് മാത്രമേ പാവനൻ, അങ്ങ് തനേവനാഥനു, അങ്ങ് മാത്രമോനതൻ, പ്രത്യേക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായ പദ്ധതി അനുസരിച്ച് അങ്ങെല്ലാറ്റിനെയും ക്രമവൽക്കരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കനിവോടെ സ്വീകരിക്കണമേ. അങ്ങനെ രാജ്യത്തിൻ്റെ നേതാക്കളുടെ ജ്ഞാനത്താലും പൗരരുടെ സമഗ്രതയാലും സ്വഭാവ വൈശിഷ്ട്യത്താലും ഐക്യവും നീതിയും ഉറപ്പാക്കുകയും മനുഷ്യ ജീവിതങ്ങളുടെ എല്ലാം ശ്രേഷ്ഠത ആദരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രയേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും
ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്നിയെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വെക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്നും സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്നു നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കുന്നു. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മൾ ഈ വാക്ക് ഒന്ന് വെറുതെ നമ്മുടെ ഒരു ധ്യാനത്തിന് വേണ്ടി ഒന്ന് ചിന്തിച്ചാൽ, പബ്ലിക്, പ്രൈവറ്റ് അല്ലേ, അങ്ങനെയുള്ള വാക്കുകൾ. റീപബ്ലിക്, അതായത് പബ്ലിക് എന്നുള്ളത് പൊതുവായ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആരുടെയും അടിമയല്ലായിരുന്നു, പൊതുവായിരുന്നില്ല, എല്ലാവർക്കും ഗുണകരമായിരുന്നു. പക്ഷെ എപ്പോഴോ അത് ആരുടെ കൈകളിലായിപ്പോയി, പ്രൈവറ്റായിപ്പോയി. പിന്നെ നമ്മൾ തിരിച്ചു പിടിച്ചു, റീപബ്ലിക്കായി വീണ്ടും പൊതുവാക്കി കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ ഉൽപ്പത്തിയുടെ തുടക്കം മുതൽ തന്നെ പറുദീസ നല്ല സുഖമായിട്ട് വിഹരിക്കാമായിരുന്നു. പറുദീസയിൽ ദൈവം അവിടെ ഇങ്ങനെ ഭരണഘടന കൊടുത്തതുപോലെ നിയമം കൊടുത്തു, ഇന്നത് കഴിക്കരുത്. പക്ഷെ അവർ ആരുടെയൊക്കെ ഉപദേശം കേട്ടു, ആരുടെയൊക്കെ അടിമയായി മാറി. അങ്ങനെ പാപം ചെയ്യുന്നതിന് പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:34. അപ്പം പറുദീസയിൽ ദൈവത്തിൻ്റെ കൂടെയായി കുറച്ചു നേരം ഒന്ന് ഉലാത്താൻ ഇറങ്ങിയതാ. ഹവ്വ ആദത്തെ വിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങി. കൂട്ടമായിട്ട് വന്നിരുന്നെങ്കിൽ, ഒരുമിച്ച് ചെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അക്കേണി തിരിച്ചറിയാൻ പറ്റിയേനെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ആരും വേളാങ്കണ്ണി വരാറില്ല, പൊതുവെ വരാറില്ല, ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. ഒരു എപ്പോഴോ ലിവിങ് ടുഗദർ നടത്തിയ ഒരു ചെറുക്കനും പെണ്ണും അവരിവിടെ വന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പനും അമ്മയും അവരെ പറഞ്ഞു വിട്ടതിനെ ഓർത്താണ് എനിക്ക് അതിശയിക്കുന്നത്. ഒരു റൂമിൽ താമസിച്ചു, കുമ്പസാരിക്കാൻ വരുന്നു, പിന്നെ റൂമിലേക്ക് പോകുന്നു. വാലിഡാണോ ആ കുമ്പസാരം? അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് ഈ കെണികളിൽ വീഴുന്നത്. ഹവ്വ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. അപ്പോൾ സാത്താൻ വന്നു, സംസാരിച്ചു, കെണിയിൽ വീണു. അത് നല്ലതാണെന്ന് കരുതി, അപ്പോൾ അവൻ്റെ അടിമയായി. അങ്ങനെയാണ് ഈ സംഭവം. പിന്നീട് അതിന് സ്വതന്ത്രമാകാൻ വേണ്ടി ഉൽപ്പത്തി 3:15 ഒരു വാഗ്ദാനം കൊടുത്തു. രക്ഷകൻ വരുമെന്നുള്ള ആദ്യത്തെ വാഗ്ദാനം ഉൽപ്പത്തി 3:15, പ്രോട്ടോ എവങ്കേലിയം, പ്രഥമ സുവിശേഷം. അപ്പം യേശു വീണ്ടും തൻ്റെ കുരിശിലെ മരണം വഴി എല്ലാ ആധിപത്യങ്ങളെയും അന്ധകാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ തറച്ചവയെ നിഷ്കാസനം ചെയ്തു. അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. അതാണ്. അപ്പം നമ്മൾ വീണ്ടും ദൈവത്തിന് സ്വന്തമായി. ആരുടെയൊക്കെ അടിമയായത് വീണ്ടും നമ്മൾ സ്വന്തമായി. ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, ദൈവത്തിന് സ്വന്തമായിരുന്നത്. അങ്ങനെ പറുദീസയിൽ അനുസരണക്കേട് മൂലം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അങ്ങനെ അടിമയായി. പിന്നെ രക്ഷകൻ്റെ വരവ് വഴി നമ്മൾ വീണ്ടും ദൈവത്തിന് സ്വന്തമായി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അടിമയായി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മയായിരിക്കാം. അറിവില്ലായ്മ.
അങ്ങനെ ഒറ്റക്ക് നടന്നാൽ പിശാച് പിടിക്കുമെന്ന് ഹവ്വയ്ക്കറിയില്ലായിരുന്നു. ഇനിയും ഉള്ള സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. എന്താണ് പിശാച് ചോദിച്ച ചോദ്യം? ഒരു വൃക്ഷത്തിൻ്റെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞത് ഒരു വൃക്ഷത്തിൻ്റെ കഴിക്കരുതെന്നാണ്. പക്ഷെ പിശാചിൻ്റെ ചോദ്യം ഒരു വൃക്ഷത്തിൻ്റെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ വീണു. അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാം കഴിക്കാം, പക്ഷേ തോട്ടത്തിന് നടുവിൽ കഴിക്കാൻ പാടില്ല. അത് ഹവ്വയെ കൊണ്ട് പിശാച് പറയിപ്പിച്ചതാണ്. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഉൽപ്പത്തി 3:4, നിങ്ങൾ കഴിച്ചോ, മരിക്കൊന്നുമില്ല. അപ്പോൾ അതാണ്. അങ്ങനെ നമ്മൾ അറിവില്ലായ്മയായിരിക്കാം, അറിവില്ലായ്മ ഒരു കാരണമാണ്. ഇനിയും അങ്ങനെ സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള, ചെറുത്ത് നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. ഹവ്വ പറഞ്ഞത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ സാത്താൻ അത് തിരുത്തി. നോ അങ്ങനെയല്ല, കഴിച്ചോ. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, അങ്ങനെയല്ല, ഞങ്ങളുടെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അതുകൊണ്ട് സ്വയം അടിമയായി പോയവരുണ്ട്. ചില സാഹചര്യങ്ങളിൽ, ചില വർത്തമാനം, ചില ഫോൺ കോള്, അങ്ങനെയൊക്കെ ചിലവർ അടിമയായി പോയിട്ടുണ്ട്. ചില ബന്ധങ്ങളിൽ, വിവാഹേതര ബന്ധങ്ങളിൽ അത് ചേർത്ത് നിൽക്കുക. ഞാനിപ്പോൾ എങ്ങനെ പറയാനാ? ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചിലതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മ, അറിവില്ലായ്മ, കഴിവില്ലായ്മ, അങ്ങനെ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അടിമയായി പോയത്. ചിലവർക്ക് അഹങ്കാരം കൊണ്ട് അടിമയായി പോകാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ ദുരാചാരം പിടിക്കാൻ പോയ, ചരട് കെട്ടുക, തൂവാല കെട്ടുക, താഴ്ട്ട് പൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ചുളുവിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെ അഹങ്കരിച്ച്, ഈശോ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറ്റ. അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അപ്പൻ്റെ തണലിൽ നിൽക്കുക, അപ്പൻ്റെ തണലിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഈശോ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് കഴിയുമെങ്കിൽ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ്. അപ്പോൾ ഈശോ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊരു കാര്യം കണ്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ അടുത്ത പണി നോക്കിയാൽ, കർത്താവിൻ്റെ കൂടെ അങ്ങനെ സ്ഥിരമായി നിൽക്കാനായിട്ടുള്ള ഒരു സ്നേഹമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ബൈബിളിലും മറിയം യഥാർത്ഥത്തിൽ തോൽക്കാതെ പരീക്ഷ പാസ്സായ ആളാണ്. തോൽക്കാതെ പരീക്ഷ പാസ്സായി. മറിയം തോറ്റിട്ടില്ല. ദൈവത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ ഒരു കാര്യം വന്ന് പറഞ്ഞു, അപ്പം തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി. നല്ല കൃത്യം മറുപടി, നല്ല ആ ചോദ്യത്തിന്, നല്ല ആ സംസാരത്തിന് ഉചിതമായ മറുപടി പറഞ്ഞ മറിയം തോൽക്കാതെ പഠിച്ചു. ധൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ തോറ്റുപോയായിരുന്നു ആദ്യം, പക്ഷെ പിന്നെ ജയിച്ചു. അപ്പം കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ തന്നെ അവൻ ജയിച്ചു. തോറ്റ് ജയിക്കുന്നവരാണ് നമ്മൾ. അപ്പം തോറ്റ് പോയിട്ടുണ്ടാകാം, അത് സാരമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. തോറ്റുപോയിട്ടുണ്ട്, പല മേഖലകളിലും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഈശോ നമ്മൾ രക്ഷിച്ചു, നിന്നെ ജയിപ്പിച്ചു. നീ ഇനി സ്വയം തോറ്റു കൊടുക്കരുത്, അതാണ് അടിമ. നമ്മൾ സ്വയം അടിമയാകരുത്. അതുകൊണ്ടാണ് ജെറമ്യ 31:3 ഇന്നത്തെ വായന. ജെറമ്യ 31:33 ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നത്. ഇനി അങ്ങനെ അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള അതിനെക്കുറിച്ച് പറയുന്നത് നിശ്ചിത സംവിധാനം. അങ്ങനെ ദൈവം ആക്കി വെച്ചിരിക്കുക. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, തിരുപ്പട്ടത്തിലൂടെ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. നിശ്ചിത സംവിധാനം, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർഡറാണ്. നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവം, അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതാണ് ഉടമ്പടി. ഇനി അതാരും പറയേണ്ട കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശമാണ്. നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം നമ്മൾ പർദീസയിൽ നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിയമമാണ്, ആ വൃക്ഷത്തിലെ പഴം കഴിക്കരുത്. ഇത് നിങ്ങൾ എൻ്റെ ജനമായതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് നിങ്ങളിത് അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേ പോയി തോന്നിയ പോലെ ചെയ്തു. അപ്പോൾ ദൈവം ചെയ്യും. അതാണ് ദൈവം അങ്ങനെ ഈശോയുടെ രക്തം വഴി നമ്മളിങ്ങനെ സ്വന്തമാക്കി വെച്ചിരിക്കുക. പുത്രനെ സ്വന്തമാക്കിയവൻ
അവൻ സ്വതന്ത്രനാണ്. ഇല്ല, ഇന്നത്തെ വചനം അതാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുകയാണ്. അപ്പൊ ഇത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് വെറുതെ ആർക്കും കടം കൊടുക്കരുത്, പണയം വെക്കരുത്. പിശാചിന് കുറച്ചു നേരത്തൊക്കെ പണയം വെക്കരുത്. വിവാഹ ഉടമ്പടിയിലൂടെ നിനക്ക് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് കിട്ടിയതാ. എന്നിട്ട് നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിനി നിന്നോളാം അവസാനം വരെ, ദൈവത്തിന് മുമ്പിൽ എടുത്ത വാഗ്ദാനം. പക്ഷേ പഴയ കാമുകൻ, പഴയ കാമുകി നല്ലതുപോലെ ജീവിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ദൈവം ചെയ്യുന്ന ശരീരത്തിലെ സംവിധാനങ്ങളെ മദ്യത്തിന് പണയം വെച്ചു. എനിക്ക് പറ്റണില്ല അച്ഛാ. ദൈവം നിന്നെ സ്വതന്ത്രമാക്കിയതല്ലേ കൂദാശകളിലൂടെ, നിന്നെ വിശുദ്ധീകരിക്കപ്പെട്ടതല്ലേ നിന്റെ ശരീരം. അപ്പം നീ തന്നെ പിന്നെ പാപത്തിന് അടിമയായി നിന്നു കൊടുത്താൽ എന്തു ചെയ്യും? എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണം. ഇത് സത്യം, ഇത് ദൈവം ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ രക്ഷിച്ചു. ഈ സത്യം എല്ലാവരും അറിയണം. യേശു ക്രിസ്തുവാണ് മനുഷ്യർക്കും ദൈവത്തിലുള്ള ഏക മധ്യസ്ഥൻ. ഇന്നത്തെ 2-ാം വായനയാണ്. യേശു നമുക്ക് വേണ്ടി മോചന മൂല്യമായിട്ട് മാറി, മോചന ദ്രവ്യമായി മാറി. ഇത് നമ്മൾ അറിയണം. ഈ സത്യം നമ്മൾ അറിയണം. ഇതിനി ആരും പറയേണ്ട കാര്യമില്ല. ജെറമ്യ 33, 31, 34 ഇന്നത്തെ 1-ാം വായന. ഇനി ആരും പറയേണ്ടതില്ല. വലിപ്പച്ചെറുപ്പം എന്നെ എല്ലാവർക്കും ഇതറിയാം. ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പിശാചിൻ്റെ വലയത്തിൽ പോയി വീണിട്ട് പിന്നെ ഇതെനിക്കറിയില്ലായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. ദൈവത്തിൻ്റെ സ്വന്തമാകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് അത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ, നന്നായിട്ട് ഒരു വിമോചനം വേണമെങ്കിൽ, സൗഖ്യമാകട്ടെ, തടസ്സങ്ങൾ മാറണമെന്ന് ആഗ്രഹമാകട്ടെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തിന്മകൾ, മദ്യപാനം, വിവാഹേതര ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി കുംഭസാരമാണ്. കുംഭസാരം ഒരു ഡെലിവറൻസാണ്. കുംഭസാരം ഡെലിവറൻസാണ്. പലരും കുംഭസാരക്കൂട്ടി പ്രാർത്ഥനകളാണ് പറയുന്നത്. നന്നായിട്ടൊന്ന് കുംഭസാരിച്ചു. അത് കാരണം ധൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ അവന് ഡെലിവറൻസ് കിട്ടി. അവൻ തീരുമാനിച്ച നിമിഷം തന്നെ ഡെലിവറൻസ്. കാരണം കുംഭസാരത്തിൻ്റെ വീണ്ടും കർത്താവിൻ്റെ സ്വന്തമായി തന്നെ ഇരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കുംഭസാരം, കുർബാന സ്വീകരണം. അപ്പം കുംഭസാരത്തിൽ അടിസ്ഥാനമായിട്ട് വേണ്ട 2 കാര്യങ്ങൾ: അനുതാപവും വേണം, തീരുമാനവും വേണം. അനുതാപവും തീരുമാനവും ഇല്ലാതെ കുംഭസാരം ഫലിക്കല. ഇനി ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പാപമോചനം തരുന്നത് ദൈവപിതാവാണ്. നമുക്ക് വേണ്ടി പാപപരിഹാരമായി മോചനദ്രവ്യമായി മാറിയത് യേശു ക്രിസ്തുവാണ്. ഈശോ കുരിശിൽ മരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. കുംഭസാരത്തിലൂടെ ലഭിക്കുന്നത് പാപമോചനം കിട്ടും, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടും. അതാണ് നമുക്ക് സാക്രമെന്റൽ ഗ്രേസ്, സാക്രമെന്റൽ പ്രസാദപര ശക്തി, പ്രസാദപരം. അത് സാക്രമെന്റൽ ഗ്രേസ്. പാപം ചെയ്യാതിരിക്കാൻ, ഇനി പാപത്തിൻ്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതുകൂടി തൂത്തുമാറ്റി കളയും. അതാണ് ആന്തരിക സൗഖ്യം. ഇനി പഴയത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, തെറ്റായ ബോധ്യം ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റിത്തരും. അപ്പം കുംഭസാരത്തിൽ പലപ്പോഴും അച്ഛന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. വിശ്വാസ പ്രമാണം നല്ലൊരു ഡെലിവറൻസ് പ്രയറാണ്. അപ്പം നമുക്കിനി വേണ്ടത്, നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിച്ചാലും റിപ്പബ്ലിക്കൊക്കെയാണ്, പക്ഷേ നമ്മൾ സ്വതന്ത്രരാണോ യഥാർത്ഥത്തിൽ? നമ്മളും കർത്താവിനെ രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമകളല്ലേ? തിരികെ തിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരെ പോലെയല്ലേ നമ്മൾ? ബാക്കിയുള്ള സമയം നമ്മൾക്ക് നമ്മുടെ വ്യാപാരം. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഓണർഷിപ്പിന് കീഴിൽ, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിന് കീഴിൽ അങ്ങനെ തന്നെ നമ്മളെ തന്നെ വെച്ചു കൊടുക്കുക. അതിൽ നിന്ന് കുതറി ഓടാതിരിക്കുക. അങ്ങനെ ദൈവബന്ധം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നമ്മുടെ കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഇത് കൂടെ കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും. നീ എൻ്റെ സത്യവും നീ എൻ്റെ മാർഗവും നീ എൻ്റെ ജീവനും നീ എൻ്റെ സർവവും
നീ എൻ്റെ സത്യവും നീ എൻ്റെ മാർഗവും നീ എൻ്റെ ജീവനും നീ എൻ്റെ സർവവും. യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു, യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു. ഞങ്ങൾ പല പരീക്ഷകളും തോറ്റുപോയി കർത്താവേ. കർത്താവിൻ്റെ മുമ്പിലുള്ള പല പരീക്ഷകളും തോറ്റിരിക്കുക, തോറ്റ് തുന്നം പാടിയിരിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു പരീക്ഷ പോലും തോൽക്കാത്ത പരിശുദ്ധ മറിയമേ, ഇനിയെങ്കിലും തോൽക്കാതെ ജീവിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മകനും മകളെന്ന നിലയിൽ ദൈവത്തിൻ്റെ ഓണർഷിപ്പിന് കീഴിൽ ഇനിയെങ്കിലും തോൽക്കാതെ ജീവിക്കാൻ, പിശാചിന് വിട്ടുകൊടുക്കാതെ, പാപത്തിന് അടിമയാകാതെ ജീവിക്കാൻ, ദൈവത്തിനാൽ സ്വതന്ത്രരാക്കപ്പെട്ടവരെ പോലെ ജീവിക്കാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയോടുള്ള തങ്ങളുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി അങ്ങേ ജനം കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കുകയും ഇവരുടെ ഭക്തി നിർഭരമായ അർപ്പണം അങ്ങേ പുത്രന്റെ പരമയാഗവുമായി ചേർത്ത് സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു.
അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാ
ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെലിയോ പാപ്പയോടും ഞങ്ങളുടെ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ
സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പുത്രന്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷയുടെ മാതൃക പിഞ്ചെല്ലാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുമുള്ള അർഹത ലഭിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവാൻ ഒരു കുടുംബം പോലെ ഐക്യപ്പെട്ട ഒരു രാജ്യമായി തീരാൻ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വാസത്തിൽ സ്ഥൈര്യമുള്ളവരും പ്രത്യാശയിൽ സന്തോഷഭരിതരും സ്നേഹത്തിൽ സജീവരുമാക്കി തീർക്കുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനിവാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടും വിപതി ധൈര്യത്തോടും കൂടെ ഉത്കൃഷ്ട മാർഗദർശനങ്ങൾ പിന്തുടരാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ സഹപൗരരെയും തൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുകയും അവരുടെ അഭിലാഷങ്ങൾ സഫലമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനോട് നന്ദി.